കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് മരിച്ചുപോയവരെ കുറിച്ച് നമ്മൾ അറിയാതിരിക്കരുതെന്ന് പ്രത്യേകം പറയുന്നത്. ഇതിലുള്ളവരെ കുറിച്ച് അറിയാതിരിക്കരുത്. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ദുഃഖിക്കേണ്ടി വരും. അവൻ്റെ എവിടെയാണെന്നുള്ളത്. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് 21-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ മനോഹരമായ ആ അവതരണ ശൈലി, സ്വർണ്ണം കൊണ്ടുള്ള കൊട്ടാരം, സ്വച്ഛ സ്ഫടികത്തിനകത്ത് തങ്കം കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഒരു സൗധമാണ് സഭയ്ക്കായി നമ്മുടെ കർത്താവ് നിർമ്മിച്ച് ഇരിക്കുന്നത്. അത് സഭയുടെ വാസസ്ഥലമാണെന്നാണ് ആ ഭാഗങ്ങൾ വായിച്ചാൽ കാണാൻ സാധിക്കും. ഞാൻ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്ത് ദൈവദേശമായി ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ആ ദൈവസന്നിധി തന്നെയാണ് ഇറങ്ങുന്നത്. മണവാട്ടായിക്കായി മണവാളിനെ അലങ്കരിച്ച മണവാട്ടിയെ പോലെയാണ് ഇറങ്ങി വരുന്നത് എന്ന് അവിടെ നമ്മൾ പ്രത്യേകം എഴുതിയിരിക്കുക. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ ഒരു മുന്നറിയിപ്പ് വന്നിട്ട്, ഞാൻ പോകുന്നു, നിങ്ങൾക്ക് മനോഹരമായ ഭവനങ്ങളൊക്കെ ഞാൻ ഒരുക്കാമെന്ന് പറഞ്ഞാണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോയത്. യോഹന്നാന്റെ സുവിശേഷം 4 അധ്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ സ്വർഗീയ ഭവനം, പുത്തനാം യെരൂശലേം എന്ന് പറയുന്നത്, അവിടെ ജീവജല നദിയുണ്ട്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പറഞ്ഞു, വെളിപ്പാട് 21-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കാണാം. ജീവജല നദിയുണ്ട്. ജീവജല നദിയുടെ തീരത്ത് 12 വിധ മനോഹരമായ ജീവവൃക്ഷമുണ്ട്. ആ ജീവവൃക്ഷത്തിൽ എല്ലാ മാസവും പുതിയ പഴങ്ങളല്ല, ഫലങ്ങളെന്ന് പറയുമ്പോൾ അത് എപ്പോൾ ഉണ്ടാകുന്നു അപ്പോൾ തന്നെ നമുക്ക് തിന്നാൻ സാധിക്കും. പഴങ്ങളാവുമ്പോൾ അത് ഉണ്ടായി മൂത്ത് പഴുത്തതിന് ശേഷം വേണം. എന്നാൽ ഇത് അപ്പോൾ തന്നെ പറിച്ച് തിന്നാവുന്ന ഫലങ്ങൾ. അങ്ങനെ എല്ലാ മാസവും പുതിയ ഫലങ്ങൾ നമുക്ക് തിന്നുവാൻ സാധിക്കും. അങ്ങനെ അവിടെ നമുക്ക് മുമ്പേ പോയ നമ്മുടെ വിശുദ്ധന്മാരായ പിതാക്കന്മാരവിടെ കാണും. കോടാനുകോടി വിശുദ്ധന്മാർ അഥവാ ദൂതന്മാരവിടെ കാണും. ദൈവം അവിടെ കാണും. അപ്പോൾ ഇവിടുന്ന് ഈ ശരീരത്തിൽ നമ്മൾ മാറ്റപ്പെടുമ്പോൾ നമ്മൾ പറയും ചത്തുപോയി എന്നാണ് നമ്മൾ പറയുന്നത്. ആൾക്കാർ നിലവിളിക്കും. അങ്ങനെയല്ല. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച, എൻ്റെ പാപത്തിന് വേണ്ടി കാൽവരി യാഗമായ യേശുക്രിസ്തു എന്ന് വിശ്വസിച്ച ഒരു ദൈവത്തിൻ്റെ പൈതൽ, അവൻ ഈ ഭൂമിയിലെ വാസം കഴിയുമ്പോൾ, ഈ ശരീരം വിട്ടു കഴിയുമ്പോൾ, സ്വർഗത്തിലെ ദൂതൻ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം വന്ന് പറയും, ആ മത്തായിച്ച അല്ലെ ചാക്കോച്ച മേരി, നിന്നെ കൊണ്ടുപോകുവാനാണ് ഞാൻ വന്നിരിക്കുന്ന കർത്താവ് പറഞ്ഞതാണെന്ന് പറഞ്ഞ് നമ്മളെ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് ആ ദൂതനോട് കൂടെ കോടാനുകോടി മൈലുകൾക്കപ്പുറം പറന്ന് ആ മനോഹരമായ യാത്ര, അടിയിൽ ദൂതൻ, മുകളിൽ ദൂതൻ, ഇടത്തും വലത്തും മുമ്പിലും പുറകിലും ദൂതൻ നിന്ന് അകമ്പടിയോടുകൂടി നമ്മുടെ സ്വർഗത്തിൽ ആ പുത്തനാം യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിൽ ചെല്ലുന്നതോടെ എതിരേൽക്കാനായിട്ട് നമ്മുടെ യേശു കർത്താവ് അവിടെ തയ്യാറായി നിൽക്കുകയാണ്. കർത്താവിൻ്റെ മുമ്പിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞ അയ്യോ അവൻ ചത്തുപോയല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. ഇവിടെ ഓർക്കണം, ലാസർ മരിച്ചു, ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. നോക്കണം, അപ്പം ലാസറിനെ ദൂതന്മാരാണ് അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ഇതുപോലെ പൗലോസിൽ പറഞ്ഞ്, വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോട് കൂടെ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത്യുത്തമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിലെ നമ്മുടെ വാസകാലം 10, 70, 80 വർഷക്കാലം. അത് കഴിയുമ്പോൾ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചതിന് ശേഷം നമ്മൾ സ്വർഗവനങ്ങളിലേക്ക് പറന്നുപോകും. പുത്തനാം യെരൂശലേം എന്ന മനോഹരമായ ഭവനം, സ്വർണ്ണ കൊട്ടാരം, 1500 മൈൽ അതിന് ഉയരമുണ്ട്, 1500 വീതി, 1500 നീളം. അതായത് ഡൽഹി മുതൽ കന്യാകുമാരി വരെ അതിൻ്റെ നീട്ടവും വീതി ഉയരവും ഉണ്ടെന്ന്. അത്ര മനോഹരമായ ഭവനമാണ്. സ്വച്ഛ സ്ഫടികത്തിൽ തങ്കം നിർമ്മിച്ചതാണ്. ആ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്കാണ് നമ്മളിവിടെ ചത്തുപോയി, മരണമാണ്, അല്ലെങ്കിൽ മരിച്ചുപോയി എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ഒരു ക്രിസ്തീയ വിശ്വാസി യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച ദൈവത്തിൻ്റെ പൈതലിന് മരണമില്ല. അവൻ ഈ ശരീരം വിട്ട് സ്വർഗങ്ങളിലേക്ക് പോകുന്നതിനാണ് നമ്മൾ ഈ മരിച്ചുപോയി, ചത്തുപോയി എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നു. കേട്ടോ, കർത്താവിനുള്ള സ്തോത്രം. ഞാൻ അതിന് ഒരടി പാട്ടോടെ പാടി അങ്ങ് അവസാനിപ്പിക്കുന്നു. നമ്മൾ ഓർക്കണം, ആ പ്രത്യാശ ഗാനങ്ങളെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമായി തീരും. കേട്ടോ, പുത്തൻ വീടുകൾ പണിതീരാൻ നാളുകളേറെ കാക്കണമോ, കാഹളനാദം കേൾക്കാൻ ഇനിയും താമസമുണ്ടോ സിയോൻ രാജാവേ. പുത്തൻ വീടുകൾ പണിതീരാൻ നാളുകളേറെ കാക്കണമോ, കാഹളനാദം കേൾക്കാൻ ഇനിയും താമസമുണ്ടോ സിയോൻ രാജാവേ. സൂര്യൻ വേണ്ട, ചന്ദ്രനുമില്ല, ദൈവത്തിൻ്റെ തേജസ മിന്നൽ ലോകം കാണണ്ടേ സോദരരെ. സൃഷ്ടികളാകും മക്കളെ ഒന്ന് കാണണ്ടേ, സ്വർഗം വിട്ട് താഴെ ഇറങ്ങി വന്നവനാണല്ലോ, സ്വർഗത്തെക്കാൾ ഉന്നതനാണല്ലോ
ദേശം നമുക്ക് തരുവാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കാൽവറിയിൽ ആ യാത്ര, ആ ക്രൂശ് പോകുന്നത്, ആ കുറേനക്കാരനായ ശീമോന്റെ സഹായം ആവശ്യപ്പെടുന്നത്, ആ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്നത്, ആ രക്തം ഒഴുകുന്നത്, ഇതൊന്നും നമ്മുടെ ഭാവനയിൽ നിന്ന് പോകരുത്, ഹൃദയത്തിൽ നിലനിർത്തണം. അങ്ങനെ അവൻ ആ കഷ്ടങ്ങൾ അനുഭവിച്ചതിൻ്റെ ഫലമായി നേടിത്തന്ന സ്വർഗീയ അനുഗ്രഹങ്ങളാണ് ഇവത്തനാം യെരൂശലേം എന്ന സ്വർണ്ണ കൊട്ടാരവും അതിലെ മനോഹര വാസവും. 1,000 കോടി വർഷം, ഏതാണ്ട് 33 വയസ്സ് പ്രായം തോന്നിക്കുന്ന ദൂതതുല്യമായ ശരീരത്തോടുകൂടി, പിന്നെ മരണമില്ല, വളർച്ചയില്ല, തളർച്ചയില്ല, എന്നും ഒരുപോലെ കർത്താവാൻ ദൈവത്തോടും ദൂതന്മാരോടും വിശുദ്ധന്മാരോടും കൂടി ആ മനോഹര ദേശത്തെ ആ ജീവിതകാലങ്ങൾ ഭാവനയിൽ കണ്ടുകൊണ്ട് ദൈവരാജ്യചിന്തയുടെ സ്വർഗീയ പൈതലായി ജീവിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. സ്തോത്രം.